ഗായ്സ് ഫോൺ അടിക്കണ്ടല്ലേ, ഞാൻ ഫോൺ എടുത്ത് ആരാ വിളിക്കുന്നത്? ഓഷോ ഗായ്സ് ബെണ്ടൻ, ഗൈസ് ബെണ്ടൻ വിളിച്ച് വെക്കണാണ് ഗൈസ്. എന്താവുന്നറിയില്ല, ഞാനത് അപ്പം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു ഗൈസ്. അപ്പം ഓക്കെ, വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കാം, വല്ല ബെണ്ടൻ മുതലോ വന്നാലാ. യോ ഗൈസ് ബെണ്ടൻ ബെണ്ടൻ, എടാ ബെണ്ട നീ വന്നിട്ടും വലിയ കാര്യമില്ല. എടാ ഫ്രാങ്കില്ല, ഞാൻ അത്ര പെട്ടെന്ന് തോക്കുമെന്ന് നീ വിചാരിച്ച? ഇല്ല, വിചാരിച്ചില്ല. നീ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ നീ വിചാരിക്കാത്ത കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഡാ നോക്കടാ എന്താന്ന്. ഒഷു റോക്കറ്റ് ലോഞ്ചർ. നീ ആണാണെങ്കിൽ ബാറ്റ് മാത്രം എടുത്തിട്ട് അടിക്കാൻ പാടാ. വരാടാ, ബാറ്റും ഉണ്ട്, എൻ്റെ പിള്ളേരും ഉണ്ട്. എന്താ അടിക്കാൻ? ആടാ ഞാൻ ഉണ്ടേ, നിന്നെ തന്നെ ആദ്യം അങ്ങോട്ട് അടിച്ചേക്കാം. ഡാ ട്രവർ ബോയ്സ് അടിക്കടാ എല്ലാത്തിനെയും. ഓക്കേടാ ഫ്രാങ്കില്ലേ, എല്ലാത്തിനും അങ്ങോട്ട് അടിച്ച് പൊളിച്ചേക്കാം. എടാ നിങ്ങളെല്ലാവരും വന്ന് താറി കയറാ, പോലീസ് വന്നു, സ്റ്റാർ വാണ്ടഡ് ലെവൽ വന്നു മോനെ. ഇനി പണിയായിരിക്കൂട്ടാ. നിങ്ങളെല്ലാവരും വന്ന് വണ്ടി കയറിക്കോ, ഞാൻ വണ്ടി അവിടെ ഇട്ട് റൗണ്ട് ചെയ്യാം ഗൈസ്. ഇപ്പോൾ വണ്ടി അവിടെ ഇട്ട് റൗണ്ട് ചെയ്യുമ്പോൾ എല്ലാം സെറ്റാവും ഗൈസ്. നമ്മളെ തിരക്കി പോലീസും വന്ന് പോലീസിന് നമ്മളെ പിടിക്കാനും പറ്റണ്ട. യോ ഗൈസ്, ഈ താറും വെച്ച് രക്ഷപ്പെടലത്തെ ടാസ്ക് ആയിരിക്കും. ഞാൻ താറ് വെറുതെ ഒന്ന് എടുത്തുന്നുള്ളൂ, പക്ഷെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോണ വണ്ടി ഏതാന്ന് കേട്ടാൽ നിങ്ങൾ കിട്ടും. ഷോറൂമിൽ നടക്കണ വണ്ടിയാണ് ഗൈസ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. യെസ് ഗൈസ്, നമ്മൾ ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി എടുക്കും പോണ വഴിക്ക്. യോ ഗൈസ്, ഇവന്മാരാണെങ്കിൽ ഈ ചാവണോ ഇല്ലല്ലോ. എടാ വന്ന് വണ്ടി കയറാ ഷിൻജാനെ, ഡോറി മോനെ, ട്രവറേ വീടും ഞങ്ങൾ വന്ന് വണ്ടി കയറോ. എനിക്കാണെങ്കിൽ ഇവന്മാർ കൊല്ലോണ്ടും കൂടെ പൊറുതി മുട്ടിയിരിക്കണേണ്. ഫ്രാങ്കിലണ്ണാ, ട്രവറണ്ണാ, എന്താടാ ഷിൻജാനെ? ഒന്നുമില്ല, എനിക്ക് ഇവനെയും കൂടി കൊന്നാലേ വരാൻ പറ്റുള്ളൂ. അത് ഞാൻ തീർത്ത് തരാം ലെവനെ. ലെവൻ വണ്ടീൻ്റെ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് ഇടി കൊടുക്കും, വണ്ടി വെച്ചിട്ട് ഇടി കൊടുക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. ഷിൻജാനെ നിനക്ക് തന്നെ തീർക്കണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് നിർബന്ധമുണ്ട് ഫ്രാങ്കിലണ്ണാ, ധവനങ്ങടെ ഞാൻ കൊല്ലുന്നു. യോ യെസ്, ഞാനങ്ങനെ അവനെ കൊന്നിട്ടുണ്ട്. ഫ്രാങ്കിലണ്ണാ പെട്ടെന്ന് സ്റ്റാർ വാണ്ടഡ് ലെവലുകളാ. ആടാ അതാണ് എൻ്റെ പ്ലാൻ. ബെണ്ടനും ടീംസും ഒരു വട്ടം കൂടി അടിയുണ്ട് ഗൈസ്. യോ ഗൈസ്, ആ ബെണ്ടനും ടീംസും ഭയങ്കര ശല്യമാണ് ഗൈസ്. പിന്നെ ഇത് ആവേശം സീരീസിൻ്റെ ഫൈനൽ പാർട്ടാണ്. അപ്പോൾ ഗൈസ് നേരെ വണ്ടി പറപ്പിച്ച് വിടണാണ് ഗൈസ്. പോണ വഴി നമ്മൾ എങ്ങോട്ടാന്ന് നിങ്ങൾക്ക് കേട്ടാൽ ഞെട്ടും. യെസ് ഗൈസ്, കുറച്ച് കാലത്തേക്ക് നമ്മൾ വേറെ സ്ഥലത്താണ് താമസിക്കാൻ പോണത്. യെസ്, ഇതാണ് ആ ഹൈഡ് ഔട്ട്. ഈ സ്ഥലത്ത് കുറച്ചു കാലം താമസിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ താമസിച്ചാൽ പ്രശ്നം ഉണ്ടാവും. ഞാനിപ്പോൾ സ്റ്റാർ കളഞ്ഞു, ഇനി വേറൊരു പരിപാടിയുണ്ട്. അതെന്താ ഫ്രാങ്കിലണ്ണാ? ഞാനത് ഇപ്പം കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് അതിനു വേണ്ടി നേരെ കാർ ഷോറൂമിലോട്ട് വേണം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഒരു പ്ലാൻ ഉണ്ടെന്ന്. യെസ് ഗൈസ്, ആ പ്ലാനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാർ ഷോറൂമിലോട്ട് നമ്മൾ നേരെ കത്തിച്ച് വിടണം ഗൈസ്. നമ്മൾ ഹൈവേ എത്തിയിട്ടുണ്ട്. ഓ ഇപ്പം ഇടിച്ചാണ് ഗൈസ്. നമ്മൾ ഹൈവേ റോങ് സൈഡ് കയറി പോകണാണ് ഗൈസ്. കാരണം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പെട്ട വണ്ടി ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല, പെറ്റിയടിക്കാൻ കിട്ടില്ല ഗൈസ്. യോ ഗൈസ്, പോലീസുകാർ പിന്നെ ഈ വണ്ടിയിൽ മൊത്തം പെറ്റി അടിച്ച് വെച്ചിട്ടുണ്ടാവും, അത് വേറെ കാര്യം. പെറ്റി അടിക്കാൻ പറ്റൂലെന്ന് പറയുന്നത് വേറെ കാര്യം. യോ ഗൈസ്, പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൂടി പോയി ഗൈസ്. അശ്ശോ ഞാൻ പെട്ടല്ല ഗൈസ്. ഓ കത്തിച്ചുവിട്, പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൂടിയാണ് പോയത്. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി കത്തിച്ച് പോയിട്ടുണ്ട്. ഫ്രാങ്കിലണ്ണ വണ്ടി കത്തിച്ചു വിട്ട സ്ഥിതിക്ക് നേരെ ബെന്യാനൻ്റെ വർക്ക്ഷോപ്പിലോട്ട് വിട്ടോ അല്ലേ? ഏസപ്പ് നമ്മുടെ ഷിൻജാൻ പറഞ്ഞ പോലെ ബെന്യാനൻ്റെ വർക്ക്ഷോപ്പ് എത്താറായി. വാഗണറുകാരെന്താ കാണിക്കണേ? ഞാൻ ധൃതിയിലായതുകൊണ്ട് നിന്നൊന്നും ചെയ്യാനുള്ള. ധൃതിയിലാണെങ്കിൽ നീ എന്ത് ചെയ്യൂടോ? എടാ മണ്ട ഷിൻജാനെ, ബെന്യാനൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനോ? ഓ ഗൈസ്, ഇപ്പം അയാളെ നമ്മൾ ജസ്റ്റ് മിസ്സിന് ഇടിച്ചേനെ ഗൈസ്. നമ്മൾ ബെന്യാനൻ്റെ വർക്ക്ഷോപ്പിൽ എന്ത് ചെയ്തിട്ടാണ് വരേണ്ടത്? ഫോർച്യൂണർ മേടിച്ചിട്ടാണ് വരേണ്ടത്. ആ കാര്യം ഞാൻ മറന്നുപോയി ഫ്രാങ്കിലണ്ണ. യോ ഗൈസ്, നമ്മൾ വീടിൻ്റെ സൈഡിൽ കൂടിയൊക്കെ പിന്നെയും പോകുന്നുണ്ട്. വല്ല പോലീസ് വരുമെന്നാണ് എൻ്റെ ടെൻഷൻ ഗൈസ്. ഓ എടാ സ്വിഫ്റ്റുകാരൻ, നീ എവിടെ നോക്കിയാടാ പോണത്?
അത് കുഴപ്പമില്ല ഗൈസ്, അതൊക്കെ നമുക്ക് വിട്ടേക്കാം. ഈ വണ്ടി ഇത് കഴിഞ്ഞിട്ട് ഡിസ്പോസ് ചെയ്യണം ഗൈസ്. ഇവിടെ തന്നെ ഈ വണ്ടി ഇട്ടിട്ട് കാര്യമില്ല. ഈ വണ്ടി ഞാൻ ഇവിടെ ഡിസ്പോസിങ്ങിന് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉപേക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് ഇവന്മാർക്ക് ഇതിലുള്ള GPS വഴി എന്തെങ്കിലുമൊക്കെ കിട്ടും ഗൈസ്. കാരണം നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. യെസ് ഗൈസ്, നമ്മുടെ ഫോർട്ടുനർ ഇപ്പോൾ എടുക്കും ഗൈസ്. അയ്യോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോർട്ടുനർ പുതിയ. ഇവിടെ ഫ്രാങ്കിലിന് വണ്ടി പൊളിയാണല്ലോ. അതൊക്കെ അത്രേ ഉള്ളൂ. ഫ്രാങ്കിലിന് വണ്ടി പൊളിയാണല്ലോ. എടാ ഷിൻജാനെ മണ്ട, നീ വണ്ടി പൊളിയാന്നും പറഞ്ഞിട്ട് വണ്ടി എന്താണ് വണ്ടി പുറത്ത് വെച്ചിട്ട് വണ്ടീൻ്റെ ഉള്ളിലിരിക്കാണ്ട് നീ ഷോറൂമിൻ്റെ ഉള്ളിലും വരൂല, വണ്ടീൻ്റെ ഉള്ളിലും ഇരിക്കൂല, പുറത്തുനിന്ന് ചില്ലിൻ്റെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കണം. സോറി ഫ്രാങ്കിലാണ്, ഞാനിനി മഴ എത്തിക്കൂല. നിങ്ങളുദ്ദേശിക്കുന്ന നിങ്ങളും മഴ എത്തിക്കാൻ പോണം മണ്ടന്മാരെ. വന്ന് വണ്ടി കയറ, ആരെങ്കിലും കണ്ടാ പണി. എടാ ട്രവറെ വന്നില്ലെങ്കിൽ വന്നില്ല, ഞങ്ങൾ പോണേ. ഉഷു വെയിറ്റ് ഞാനും വന്നു. അങ്ങനെ വഴിക്കുക ഗായ്സ്. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് നേരെ കത്തിച്ച് വരുന്നുണ്ട്. ഫ്രാങ്കിലാണ് താർ നശിപ്പിക്കാൻ വന്നു. എന്താണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫോർട്ടുനർ അല്ലേ? താറിൽ വല്ല ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ കിട്ടിയാലോ. ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ട് എന്ത് കിട്ടാനാടാ ഷിൻജാനെ? അയ്യോ ഗൈസ്, നമ്മുടെ വണ്ടിയും വെച്ച് അങ്ങോട്ട് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് കത്തിച്ച് വിടണതാണ് ഗൈസ്. പുതിയ വണ്ടിയാണ്, പുതിയ വണ്ടി ഞാൻ റാഷ് ഡ്രൈവ് ചെയ്യേണ്ടി വന്നു ഗൈസ്. കാരണം എന്താണെന്നറിയാം, പോലീസ് വന്നത് നിങ്ങൾക്കും അറിയാം. ഓ ഗൈസ്, ഈ ഓട്ടോക്കാരന്മാരൊക്കെ എന്താണ് ഗൈസ് ഇങ്ങനെയൊക്കെ പോണത്? ഒരു ട്രാക്കിൽ പോകേണ്ടതിന് പകരം ഒരു ട്രാക്കിൻ്റെ പകുതി സ്ഥലം എടുത്തിട്ടാണ് പോകണം മണ്ടന്മാർ. ഓ നമ്മൾ ബെന്യാണൻ്റെ കട വിട്ടുപോയി കയറാൻ. ബെന്യാൻ്റെ കടയല്ല, വർക്ക്ഷോപ്പ്. യെസ് ഗൈസ്, ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളാ VD സജീഷൻ സാറ് പറഞ്ഞായിരുന്നു വണ്ടി മോഡിഫൈ ചെയ്യാൻ. നിങ്ങൾ മറന്നില്ലല്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് ബ്ലാക്ക് അടിക്കാം. നമ്മുടെ ഐക്കോണിക് പഴയ ആ ഫോർട്ടുനറിൻ്റെ ഒരു ഇതിലോട്ടാക്കാം. യെസ് ഫ്രാങ്കിലാണ്, ആ ഐക്കോണിക് ഫോർട്ടുനറിൻ്റെ ഇതിലോട്ടാക്കുക. യോ ഗൈസ്, ഐക്കോണിക് ഫോർട്ടുനർ ആക്കാനായിട്ട് നമ്മൾ ഇവിടെ മറ്റേ കളർ അടിച്ചിട്ടുണ്ട്, ബ്ലൂ. എനിക്ക് പ്രത്യേക കളറായതുകൊണ്ട് എനിക്കത് അറിയില്ല, പ്രത്യേകതരം ബ്ലൂ ആണ് ഗൈസ്. ഇനി വീല് മാറ്റണം. ഫ്രാങ്കിലാണ് വീല് ഇത്തിരി ഓഫ് റോഡൊക്കെ ഇട്ടോ. ആളത് തന്നെ ഇടാൻ പോണത്. വീൽ സൈസ് ഒരു കൂട്ടിക്കോ ഗൈസ്. നമ്മൾ പഴയ ഫോർട്ടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പോണത്. സെറ്റിംഗ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും, പക്ഷെ ഇത്തവണ സസ്പെൻഷൻ കൂടുതലാണ്. ഫ്രണ്ടിൽ ഇത്തിരി കുറവും ഗൈസ്, ഇത്തിരി കുറവ് മതി, ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ ഗൈസ്. സസ്പെൻഷൻ പഴയതിനെ ഇത്തിരി കൂടുതലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പഴയ വണ്ടീൻ്റെ ലുക്കായി. ഫ്രാങ്കിലാണ് ആ വണ്ടിക്ക് ഇടുവാണല്ലോ, ഭയങ്കര പവർ ഉണ്ടല്ലോ. അത് തന്നെയാണ്, വണ്ടിക്ക് ഭയങ്കര പവറുണ്ട്. ഇവിടെ ഫ്രാങ്കിലിന് ഈ വണ്ടി കൊള്ളാനോളൂ. എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ ഈ വണ്ടി ചെയ്തത്. ഈ വണ്ടി നമ്മെ എസ്കോട്ടിങ്ങിന് വേണ്ടി ചെയ്തേക്കണം. ഒരു മാഫിയ ലുക്കില്ലടാ ഡ്രൈവർ ഈ വണ്ടിക്ക്. ആടാ ഈ വണ്ടിക്ക് നല്ല മാഫിയ ലുക്കുണ്ട്. യെസ്, ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മാഫിയ ബോസ് ആവാൻ പോകുന്നുണ്ട്. അത് വേണം ഫ്രാങ്കിലണ്ണ, അത് വേണോടാ ഫ്രാങ്കിലിന്, അത് വേണോടാ ഡ്രൈവറെ. അത് നമ്മുടെ വാശിയാണ്, വാശിയെങ്കിൽ വാശി. പക്ഷെ നമുക്ക് കുറേ ആൾക്കാർ വേണം. അത് നമ്മൾ എങ്ങനെ ഒപ്പിക്കും? അത് സിമ്പിളല്ലേ, എനിക്ക് കുറേ പരിചയമുള്ള ആൾക്കാരുണ്ടല്ലോ. നിനക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവും, നിൻ്റെ പോലത്തെ ഒരു മണ്ടന്മാരൊക്കെ ആയിരിക്കും പരിചയമുള്ള ആൾക്കാർ. ഇവിടെ ഫ്രാങ്കിലെ കളിയാക്കണേലൊരു പരിധി വേണോട്ട്. ഇവിടെ മണ്ട, നീരും മണ്ടനാണ്, അപ്പോൾ നിനക്ക് കളിയാക്കി അറിയാൻ പറ്റില്ല. അത് ശരിയാണല്ലേ, ഞാൻ മണ്ടനാണല്ലേ. എടാ മണ്ട ട്രവറെ, നീ എന്താണ് ഇങ്ങനെ സംസാരിക്കണത്? നീ മണ്ടനല്ല, നിനക്ക് അത്യാവശ്യം ഇടിയുള്ള ഒരുത്തനാണ്. അതെനിക്കറിയാം, ഞാൻ മണ്ടനായിട്ട് അഭിനയിച്ചത്. ഉണ്ടയാണ്, നീ ശരിക്കും മണ്ടനാണ്. അതൊക്കെ മണ്ടനാന്ന് ഞാൻ സമ്മതിക്കും, പക്ഷേ ഈ വീടിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് മണ്ട ട്രവറെ ഫ്രണ്ട് വശം. ഈ ഫോർട്ടുനർ നമുക്ക് ഈ അബാൻഡഡ് ഹൗസിൽ കൊണ്ടിടാം ഗൈസ്. ഈ അബാൻഡഡ് ഹൗസ് ആയതുകൊണ്ട് അധികം പേര് വരൂല, അതുകൊണ്ട് നമുക്ക് വണ്ടി ഇവിടെ വെക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഡോറിമോനെ ഷിൻജാനെ, വണ്ടി എങ്ങനെ ഉണ്ടാ? പൊള്ളിയായിട്ടുണ്ട് ഫ്രാങ്കിലാണ്.
ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്ന് ആവേശം സീരീസിൻ്റെ ഫൈനൽ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ആവേശം സീരീസ് കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ഗുഡ്